ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എന്താണ് എക്സ്പ്ലോയിറ്റ്, ഗെയിനിങ് ആക്സസ്, അതേപോലെ തന്നെ വൾനറബിലിറ്റി എന്താണ് എന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ സെക്ഷനിൽ പേലോഡ്സിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഈ പേലോഡിൻ്റെ കീഴിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഷെൽ എന്ന് പറയുന്നത്. ഷെൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പേലോഡാണ്. നമ്മളൊരു ടാർഗറ്റിനെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തതിനു ശേഷം ഈ ഷെല്ല് അയച്ചിട്ടാണ് നമ്മൾ അവിടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെല്ല് എന്ന് പറയുമ്പോൾ മെയിൻലി 2 ടൈപ്സ് ആണ് വരുന്നത്. റിവേഴ്സ് ഷെല്ല്, ബൈൻഡ് ഷെല്ല്. അപ്പോൾ ഈ ഷെല്ലിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഷെല്ല് എന്ന് പറയുന്നത് ഒരു പേലോഡ് തന്നെയാണ്. ഈ പേലോഡ് നമ്മൾ ആ ടാർഗറ്റിലേക്ക് അയച്ചിട്ട് അവിടെ ഒരു സക്സസ്ഫുൾ കണക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ടാർഗറ്റും ആ അറ്റാക്കറും തമ്മിൽ ഒരു സക്സസ്ഫുൾ കണക്ഷൻ നമ്മൾ ഈ ഷെല്ല് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു മെയിൻലി 2 ടൈപ്പ് ആണ് വരുന്നത്. റിവേഴ്സ് ഷെല്ല്, ബൈൻഡ് ഷെല്ല്. ആദ്യം നമുക്ക് റിവേഴ്സ് ഷെൽ എന്താണെന്ന് നോക്കാം. ഈ റിവേഴ്സ് ഷെല്ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് കമ്പയർഡ് ടു ബൈൻഡ് ഷെൽ. അപ്പോൾ ഈ റിവേഴ്സ് ഷെല്ലിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാലി ലിനക്സ് മെഷീനിൽ ഒരു പർട്ടിക്കുലർ പോർട്ടിൽ കണക്ഷന് വേണ്ടി ലിസൺ ചെയ്യും. ഓക്കെ. എന്നിട്ട് നമ്മൾ നമ്മുടെ ടാർഗറ്റിലേക്ക് നമ്മുടെ ഷെല്ല് ഇടും. എന്നിട്ട് ആ ഷെൽ അവിടെ പറയുന്നത് നമ്മൾ കാലി ലിനക്സിൽ ഏത് പോർട്ടിലാണോ ലിസൺ ചെയ്യുന്നത് ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറയുകയാണ് ആ ടാർഗറ്റിനോട്. അപ്പോൾ ആ ഷെല്ല് അവിടെ പോയി എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ആ നമ്മുടെ ആ കാലി ലിനക്സ് നമ്മൾ ലിസൺ ചെയ്യുന്ന പോർട്ടും ഈ ടാർഗറ്റിന്റെ പോർട്ടും തമ്മിൽ കണക്ഷൻ കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ കാലി ലിനക്സ് മെഷീനിൽ ഇരുന്നുകൊണ്ട് ടാർഗറ്റിന്റെ മെഷീൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് റിവേഴ്സ് ഷെല്ല്. ഇനി ബൈൻഡ് ഷെല്ലിന്റെ കേസ് വരികയാണെങ്കിലോ നേരെ തിരിച്ചാണ്. നമ്മൾ നമ്മുടെ ടാർഗറ്റ് മെഷീനിൽ ഒരു പർട്ടിക്കുലർ പോർട്ട് ലിസൺ ചെയ്യും. എന്നിട്ട് നമ്മുടെ കാലി ലിനക്സ് മെഷീനിൽ ഇരുന്നുകൊണ്ട് ആ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ റിവേഴ്സിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ബൈൻഡ് ഷെല്ല് മോസ്റ്റ് കേസിലും വർക്ക് ആവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് അവിടെ ഒരു ടാർഗറ്റ് ഒരു പവർഫുൾ ഫയർവാൾ എന്നൊരു ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണക്ഷൻ അവിടെ പോസിബിൾ ആവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഫയർവാളിന്റെ കേസിലും ഒരു റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഒരു പോർട്ടും ഒരാവശ്യമില്ലാതെ ഓപ്പൺ ചെയ്തിടരുതെന്ന് എന്ന റൂൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ടാർഗറ്റിനെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബൈൻഡ് ഷെൽ അവിടെ വർക്ക് ആവണമെന്നില്ല. ഇതാണ് ബൈൻഡ് ഷെല്ലിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ സെയിം കാര്യം റിവേഴ്സലിന്റെ കേസിൽ വർക്കാവും. എങ്ങനെ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവേഴ്സലിന്റെ കേസിൽ ടാർഗറ്റ് ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ വെബ് സെർവറിന്റെ പോർട്ടുമായി കണക്ട് ആവുകയാണ്. അതേ പ്രോസസ്സ് തന്നെയാണ് റിവേഴ്സലിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അവിടെ വെബ് സെർവറിന്റെ പോർട്ടുമായിട്ട് കണക്ട് ആവുന്നതാണെങ്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ കാലി ലിനക്സിന്റെ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഫയർവാളിന്റെ ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് റിവേഴ്സലിന്റെ കണക്ഷനും ബൈൻഡ് ഷെല്ലിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഈ റിവേഴ്സലും ബൈൻഡ് ഷെല്ലും അതിനെക്കുറിച്ചെല്ലാം നമ്മളിനി അപ്കമിങ് വീഡിയോസിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റാസ്പ്ലോയിറ്റിനെ കുറിച്ചായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക. അതോടൊപ്പം നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ ഒന്ന് ചോദിക്കാം. അവിടെ നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.